ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് അങ്ങനെ നടക്കുന്നൊരു ഭാഗമാണ് എന്തായാലും ഇന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് വിശ്വസിച്ച് മനോഹറിനെ താൻ അംഗീകരിക്കുന്നു എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച്, പ്രത്യേകിച്ച് കിരണിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗമാണ്. എന്തായാലും നമ്മുടെ കല്യാണിയുടെ അരികിൽ നിന്നും സരയു പുറത്തേക്ക് വരുമ്പോൾ അവിടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഉണ്ടായിരിക്കും. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ എന്തായാലും തെറ്റ് എല്ലാവർക്കും പറ്റും, അപ്പോൾ അതുകൊണ്ട് മോള് മനോഹറിനോട് ക്ഷമിക്കാൻ നോക്ക്. അപ്പോൾ ആ സമയത്ത് സരയു പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. കുഞ്ഞിനെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്ന അവൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണിക്കാൻ എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ സരയു പറയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അത് നീ വായ കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് നീ അത് കാണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയാണ്, അതെ ഇവിടെ ഇപ്പോൾ കല്യാണിയുടെ അമ്മൂമ്മയും അച്ഛനും എല്ലാവരും തലതിരിഞ്ഞ രീതിയിലല്ലേ ആയിരുന്നത്, പക്ഷെ അവരൊക്കെ മാറിയില്ലേ. ഈ പറയുന്ന മനോഹറും മാറി. മനോഹറിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശത്രുവായ ഗംഗപ്രസാദിനെ കൊന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇനി ഞങ്ങൾക്കൊക്കെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എന്തായാലും അവനെ ഇനി സ്നേഹിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഞാനത് തന്നെയാണ്, പക്ഷെ എനിക്ക് അവനെ ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല. പക്ഷെ കുഞ്ഞിനെ കാണിക്കേണ്ട കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പം ഞാൻ നിൽക്കാം. അത് ഞാൻ പോയി കാണിക്കില്ല, ആര് വേണമെങ്കിലും പോയി കാണിച്ചോ, അത് കുഴപ്പമില്ല, ഞാൻ തടയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയാണ്, സരയു എൻ്റെ ശരിക്കുള്ള സഹോദരനല്ല ഈ പറയുന്ന ഗംഗപ്രസാദ്. എൻ്റെ അമ്മ അവൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചു, അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ബന്ധമുണ്ടാകുന്നത്. പക്ഷെ അവൻ ഇങ്ങനെ തലതിരിഞ്ഞ് നടക്കുന്നതിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാനായാലും അമ്മയായാലും അവൻ്റെ മനസ്സ് മാറി നല്ല രീതിയിൽ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. പക്ഷെ അവൻ അങ്ങനെ വന്നില്ല. പകരം എല്ലാവരെയും പക വീട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അവൻ നല്ലതായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ ചേർത്ത് പിടിച്ചേനെ, അവൻ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവനിപ്പോൾ ഇങ്ങനെ മരണത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും സരയു, മനോഹർ അങ്ങനെ ഒരുത്തനല്ലല്ലോ, അതുകൊണ്ട് മനോഹറിനെ അംഗീകരിക്കണം. മനോഹറിനെ നീ സ്നേഹിച്ചില്ലെങ്കിലും നിനക്ക് ഇനിയിപ്പോൾ അവനുമായിട്ടൊരു ജീവിതം ഉണ്ടായാൽ അത് നല്ലൊരു ജീവിതമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ സരയു അവിടെ നിന്നും പോരുകയാണ്. നേരെ പോകുന്നത് കിരണിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ കിരൺ ഓഫീസിലിരിക്കുകയാണ്. കിരണിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ കിരണം ഇത് ആവർത്തി തന്നെയാണ് പറയുന്നത്, നീ മനോഹറിനെ അംഗീകരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ, ശരി കല്യാണി പറഞ്ഞു എന്നോട് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കണം എന്ന അവൻ്റെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പോയി കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ആര് പോയി കാണിച്ചാലും ഞാൻ അത് എതിർക്കില്ല എന്ന് സരയു പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നന്നായി സരയു, നിൻ്റെ ഈ മാറ്റം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മനോഹർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഏതായാലും വയസ്സായതിനു ശേഷം മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് അവൻ്റെ ആഗ്രഹം നമ്മൾ നിരസിക്കേണ്ട, അവനത് സാധിച്ചു കൊടുക്കണം എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിന് ഇപ്പം ഞാൻ നിൽക്കും, പക്ഷേ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സരയു അവിടെ നിന്നും പോവുകയാണ്. നേരെ പോകുന്നത് സരയു അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ ആ ക്യാബിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതിയാണ്, അതെ എന്തായാലും എൻ്റെ കിരണിനെ എനിക്ക് വെറുപ്പിക്കാൻ സാധിക്കില്ല. അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ഞാൻ നീങ്ങണം, അവനൊക്കെ എന്നോട് ഒരു മതിപ്പ് തോന്നണം, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് നേരെ ജയിലിലോട്ടാണ്. ജയിലിലോട്ട് പോകണം, അവനെ കാണണമെന്നും നമ്മുടെ കിരൺ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിരണിൻ്റെ ആ ഉപദേശം സ്വീകരിച്ചു എന്ന മട്ടിൽ അവൾ നേരെ പോകുന്നത് മനോഹറിൻ്റെ അരികിലേക്ക് ജയിലിലോട്ടാണ്. അങ്ങനെ ജയിലിലേക്ക് ചെന്ന് കാണുന്ന സമയത്ത് മനോഹർ ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ്. അപ്പം എന്തായാലും തല്ലുകൂടാനും വഴക്ക് പിടിക്കാനും ആൾ വന്നിട്ടുള്ളതെന്ന് അവനറിയാം. അപ്പം അതുകൊണ്ട് തന്നെ വന്ന പാടെ തന്നെ സരയു പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഞാൻ വഴക്ക് കൂടാനൊന്നും വന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതെ, നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ കാണാമെന്നല്ലേ, എന്തായാലും കുഞ്ഞിനെ കാണാൻ ഞാൻ അനുവദിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നീ. എനിക്ക് പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നീ നല്ലതാണ് ചെയ്തിട്ടുള്ളത്. ഗംഗപ്രസാദിനെ കൊന്നത് അതിലെനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അംഗീകരിക്കില്ല, പക്ഷേ കുഞ്ഞിനെ കാണാൻ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. നീ പരോളിറങ്ങുമ്പോൾ എപ്പോഴായാലും കുഞ്ഞിനെ കാണാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്നുണ്ട്.
അത് കേൾക്കുന്ന മനോഹർ ആകെ ഞെട്ടിപ്പോവുകയാണ്. മനോഹറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അവൻ അത് തുടച്ചു മാറ്റുന്നുണ്ട്. അവൻ പറയാണ്, സരയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം നിന്റെ. എന്തായാലും നമ്മൾക്കൊന്ന് ജീവിക്കണമെന്ന് ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ സ്നേഹം പിടിച്ചു പറ്റിയവനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം നിന്റേതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നീ ചെയ്തത് നിന്നോട് ഞാൻ നന്ദി പറയുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അപ്പോൾ സരയു പറയുന്നുണ്ട്, എൻ്റെ ദൈവമായി ഞാൻ കാണുന്നത് കിരണിനെയാണ്. അവൻ എന്തൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും എനിക്കത് തള്ളിക്കളയാൻ പറ്റില്ല എന്നിങ്ങനെ മറുപടി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു ദേഷ്യപ്പെടാതെ തന്നെ അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും മനോഹർ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവളുടെ അഭിനയം അത് ശരിക്കും വിശ്വസിച്ച് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം തൻ്റെ കാറിൽ കയറിയിട്ട് നമ്മുടെ സരയു അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് ഈ പറയുന്ന കിരണിൻ്റെ അരികിലേക്ക് തന്നെയാണ്. അങ്ങനെ കിരണിനോട് പറയുന്നുണ്ട്, കിരൺ നീൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എന്തായാലും മനോഹറിനെ ചെന്ന് ജയിലിൽ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ പറയാണ്, സത്യമാണോ സരയു? അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും നീ ഇത്ര പെട്ടെന്ന് അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് കിരൺ മറുപടി പറയുകയാണ്. നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് സരയും മറുപടി പറയുന്നുണ്ട്. എന്തായാലും കുഞ്ഞിനെ നിങ്ങൾ ആരെങ്കിലും പോയി കാണിച്ചോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ, നീ ഇന്നിങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ ഒപ്പം കല്യാണി നിൽക്കില്ല. കല്യാണി എന്തായാലും കുഞ്ഞിനെ കാണിക്കും. കല്യാണി ആയാലും ലക്ഷ്മിയമ്മയായാലും കാർത്തികയായാലും എല്ലാവരും ഇപ്പോൾ മനോഹറിനോട് സ്നേഹമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സരയു ചോദിക്കുന്നുണ്ട്, അതെ അവനെങ്ങാനും പരോളിൽ ഇറങ്ങിയ സമയത്ത് നീ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല സരയു, ഞാൻ ചെയ്തിട്ടില്ല. ഞാനായാലും കല്യാണിയായാലും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നല്ല തക്കതായ താക്കീതുണ്ടായിരുന്നു ഇനി കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കരുതെന്ന്. അതിരിക്കട്ടെ, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലായില്ല. ആ സമയത്ത് നീ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചായിരുന്നു. അല്ല, കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് കിരൺ ആകെ ഒന്ന് പെട്ടുപോവുകയാണ്. കിരൺ പറയുന്നുണ്ട്, ഓ അത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് സരയു, ഞാൻ കാണിച്ചായിരുന്നു കുഞ്ഞിനെ, അവൻ്റെ ആഗ്രഹം അതല്ലേ. അപ്പം അതുകൊണ്ട് അവന് കുഞ്ഞിനെ കാണിക്കാൻ ചെന്ന സമയത്താണ് ഞാൻ ശരിക്കും ആ സമയത്ത് പെട്ടുപോയി. നീ ആ കറക്റ്റ് സമയത്താണ് അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ഞാൻ അവിടെ മാറി നിന്നു കുഞ്ഞിനെയും കൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം സരയു മനസ്സിലങ്ങനെ വിചാരിക്കുകയാണ്, അത് ശരി, അപ്പം എനിക്ക് തെറ്റ് പറ്റിയില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോയത് എന്ന് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായത് നന്നായി. അപ്പോൾ സരയു പറയുന്നുണ്ട്, അത് സാരില്ല, നീ കുഞ്ഞിനെ കാണിച്ചു, അതിലൊന്നും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും അപ്പോൾ കല്യാണിക്ക് എന്തായാലും ഇനി സന്തോഷം, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. കല്യാണി പറയുന്നത് നീ അവനുമായിട്ട് ജീവിച്ചാൽ നിനക്ക് സന്തോഷ ജീവിതമായിരിക്കുമെന്നാണ്. അപ്പോൾ അതിനൊന്നും എനിക്ക് തയ്യാറല്ല എന്നിങ്ങനെ സരയു പറയുന്നുണ്ട്. അപ്പോൾ സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും കല്യാണിയുടെ ഒരു സഹായം എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ വേണം, നിന്നെ എനിക്ക് സ്വീകരിക്കണം, അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം എന്നിങ്ങനെ സരയു മനസ്സിൽ കരുതി അങ്ങനെ അവിടെ നിന്ന് മാറി നിന്നിട്ട് അങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി നമ്മുടെ സരയു അവിടെ നിൽക്കുകയാണ്. കിരണിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.